നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗിന് തുടക്കമായി. നേരത്തെ അപേക്ഷിച്ച 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് ഹോം വോട്ടിംഗ് രേഖപ്പെടുത്താനാകുക. ഏപ്രിൽ 6 വരെ വോട്ട് ചെയ്യാനുള്ള സൌകര്യമുണ്ടാകും. സംസ്ഥാനത്താകെ 2 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകനാണ് കമ്മീഷന് മുന്നിൽ എത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഹോം വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈഞ്ചിക്കൽ ഭാഗത്തുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ ഹോം വോട്ടിങ്ങിനായിട്ട് 6 ടീം അടങ്ങുന്ന ഉദ്യോഗസ്ഥർ, ഒരു പോലീസുകാർ, ഒരു ഫോട്ടോഗ്രാഫർ അടക്കം പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം 6 പേരടക്കുന്ന ടീമാണ് ഇത്തരത്തിലൊരു വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് സർ ഇതിൻ്റെ നടപടിക്രമങ്ങൾ? അതായത് ഇത് 85 വയസ്സിന് മേളിലുള്ള ആൾക്കാരുടെയും അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടാണ് എടുക്കൽ ആണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഇതിൻ്റെ നമ്മളൊരു പോസ്റ്റൽ ബാലറ്റ് നമ്മളെങ്ങനെ ചെയ്യുന്നോ അത് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതാണ് ഇതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ആ ബുദ്ധിമുട്ടിൻ്റെ പരിധിയൊക്കെ വെച്ച് നമ്മൾ ആ വോട്ട് രേഖപ്പെടുത്തും. ഒരു വോട്ട് പോലും മിസ്സായി പോകാത്ത രീതിയിൽ രേഖപ്പെടുത്തുകയാണ് ഉദ്ദേശം. ഒരു വോട്ട് പോലും ഒഴിവാക്കാത്ത രീതിയിൽ അതിൻ്റെ ജനാധിപത്യ നടപടിക്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വീട്ടിൽ തന്നെ ഒരു പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുക എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ. തികച്ചും രഹസ്യമായി തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്ന സംവിധാനങ്ങളുണ്ട് ഈ ടീമിനൊപ്പം. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പാക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ അടക്കവും ഒരു പോലീസ് അടക്കമുള്ള ആളുകളുണ്ട്. നിങ്ങളിപ്പോൾ എത്ര വീട്ടിലേക്ക് പോകുന്നു? ഞങ്ങൾ ഇന്നത്തേക്ക് 29 വീടുകളിലാണ് കയറേണ്ടത്. അപ്പോൾ ഇന്ന് 11 ആയിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ബാക്കിയുള്ള കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ BLOയെ കോൺടാക്ട് ചെയ്യും. അവരനുസരിച്ചിട്ട് അടുത്തുള്ള ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്യുക. ഒരു സാധാരണ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യതയും ഒക്കെ ഇതിൽ പാലിച്ചിട്ടുകൊണ്ടാണ് ഇതിന് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ഈ പെട്ടിയിലേക്ക് വോട്ട് ചെയ്തതിന് ശേഷം അവർ തന്നെയാണ് വരുന്നത്. ഇന്ന് എത്ര വീട്ടിൽ കവർ ചെയ്തു? ഇന്നിപ്പോൾ 11 വീട്, മൊത്തം 29 വീട് പോകും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മളോട് സംസാരിച്ചിരുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകളാണ് ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായിട്ടുള്ള വോട്ടിംഗ് സൗകര്യം ഹോം വോട്ടിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതായാലും പുരോഗമിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.